ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ അപ്പനപ്പൂപ്പന്മാരെ. 4,42 ഈശ്വരന്മാര് തുണയായി വന്നിരിക്കണമെന്നപ്പനപ്പൂപ്പന്മാരെ. 4,42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണമെന്നപ്പനപ്പൂപ്പന്മാരെ. എങ്ങടെ കർമ്മം കൈപ്പറ്റണേട്ടോ, എങ്ങടെ കർമ്മം കൈപ്പറ്റണേട്ടോ. എന്നപ്പനപ്പൂപ്പന്മാരെ ആടാടാടാട് ആടാടും ദേവികളെ, ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. ആടാടാടാട് ആടാടും ദേവികളെ, ആടാടും ദേവിയോൾക്ക് എന്തൊരഴകാണ്. മറിയൊരു മാർത്താലി കെട്ടിച്ചുറ്റാടുവരെ എന്തൊരു മെയ്യഴകാണീ ആടാടും ദേവിയോൾക്ക്. ആടാടാടാട്
കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം നാല് പാടം പാടത്ത് വെള്ളം വെള്ളത്തിലെന്താ കളിക്കണത് തെളി വെള്ളത്തിലോടി കളിക്കണ വെള്ളിപ്പരലിന്റെ തേരോട്ടം കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം ചെടി വെട്ടി പച്ചിക്കിടക്കണ കണ്ണം വരാല് പറയണല്ലോ എന്തിനാടാ വെള്ളിപ്പരലെ വെള്ളത്തിന്മേലെ കളിക്കണത് കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ കണ്ണ് ചല ചലക്കിപ്പോട്ട് വെള്ളത്തിലോടി കളിക്കണ മീനിന്റെ കണ്ണ് ചല ചലക്കിപ്പോട്ട് കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത് വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിന്റെ തേരോട്ടം വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ രാമാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ രാമാമലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ രാമാമലയിൽ കാളക്കളി കണ്ടു താമസിച്ചേ രാമാമലയിൽ കാളക്കളി കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ രാമാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ രാമാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ കുലുക്കും പൊന്മലയിൽ കുലാട്ടം കണ്ടു താമസിച്ചേ കുലുക്കും പൊന്മലയിൽ കുലാട്ടം കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ രാമാമലയിൽ കുതിരക്കളി കണ്ടു താമസിച്ചേ രാമാമലയിൽ കുതിരക്കളി കണ്ടു താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക ഇലിമുള നരകമുള്ളോ സർവഗമമ നരകതോമോ ഇലിമുള നരകമുള്ളോ സർവഗമമ നരകതോമോ രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക
ഞാൻ തരാം. കനകപ്പൊൻകളെ കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. കനകപ്പൊൻകളെ കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെൺമാലതിയെ. 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 വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. മലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. മലയിൽ മയിലാട്ടം കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കാളകേറാമലയിൽ കളകളി കണ്ടു താമസിച്ചേ. കാളകേറാമലയിൽ കളകളി കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ആടുകേറാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ. ആടുകേറാമലയിൽ ആടുകളി കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കൊട്ടുകേറാമലയിൽ കൊട്ടുകളി കണ്ടു താമസിച്ചേ. കൊട്ടുകേറാമലയിൽ കൊട്ടുകളി കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കുയിലുകൂകും മാമലയിൽ കുയിലാട്ടം കണ്ടു താമസിച്ചേ. കുയിലുകൂകും മാമലയിൽ കുയിലാട്ടം കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കുതിരകേറാമലയിൽ കുതിരകളി കണ്ടു താമസിച്ചേ. കുതിരകേറാമലയിൽ കുതിരകളി കണ്ടു താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. ഇല്ലിമുള്ള നാരകമുള്ളോ ശിക്ഷക മമ നാരകത്തൊപ്പം. ഇല്ലിമുള്ള നാരകമുള്ളോ ശിക്ഷക മമ നാരകത്തൊപ്പം. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. രസയ്യോ രാജരസയ്യാലോ രാജകുമാരക. ചെമ്പരമ്പിൽ നിന്നും ഒരു പച്ചവർണ്ണക്കിളി പറന്നേ.
ഈ
ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി സെന്റ് ജോൺ സ്ക്വയറിനെ ക്ഷണിക്കുന്നു. ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം നിറയട്ടെ നിറഞ്ഞൊഴുകിയിടട്ടെ മാനവ ഹൃദയ നിരങ്ങളിലെന്നും നൽകിടാം നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നന്മകൾ ചെയ്തിടാം
പാടേണം തൃക്കാക്കരയത്താൻ സമയത്തിനൊന്നു പോകേണം തൃക്കാക്കരയപ്പനെയൊന്നു വണങ്ങി സ്തുതി പാടേണം ഓണക്കി മകളെ വാ പൊന്നു ഞാൻ പടിയേറാൻ ആവരാവി കോഴിമാൻ ഓണക്കി മകളെ വാ പൊന്നോണപ്പാട്ടും പാടി ഊഞ്ഞാലാടാൻ വാ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാണെ കൊച്ചു വേണം കുഴ വേണം കുഴവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ വരവെൽക്കാനാളു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീരാണിവരെ വരുന്നു നമ്മൾ ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തലേതോ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ നന്ദി. അതിനായിട്ട് പ്രിൻസിപ്പൽ ബാബു കൊയ്ക്കര സാറിനെ സമ്മാനദാനത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KG session. First place goes to Maheshwar C. Menon. Maheshwar C. Menon. Pookalam competition, class 1 and 2. First place goes to Jenny. Third place goes to Edom Paul of Red Ruby. And Efron Nathan of Craft with Coconut Leaves. Third and fourth class. First place goes to Savio Prakash of goes to Aradhya T. Teacher of Yellow Sapphire. Neki Pattam making 5, 6, 7. First place goes to Bhadra K. Achit of Blue Diamond. Again, second place goes to Leah Peter of Green Umbrella. And Annie M.J. of Red Ruby. Placenta, please. Manager, Father Rahul Manikaran, Assistant Manager, Father Clinton Penjini, Principal Sri Babu Kaikara, School Secretary Sri Varghese Tuliparambil, PTW President Sri Libin Ford, Treasurer Sri Jules U. Anthony, Priya Gyamagri, and Priya Kutari. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ വീണ്ടും ഒരു തിരുവോണപ്പുലരിയും കുടിവരവായി. ഓണം എന്നത് വെറും ഒരു ആഘോഷമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സ്വർണ്ണഭരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ പൂക്കളവും ഓണത്തൊപ്പനും ഓണസദ്യവുമെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സുകൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൂക്കാലം വിരിച്ച് ഇന്നത്തെ പൂവിളി 2K24 നമുക്ക് ഒന്ന് ചേർന്ന് ആഘോഷിക്കാം. ഈ സന്തോഷവേളയിൽ നന്മയുടെയും നവോത്ഥാനത്തിന്റെയും വഴികാട്ടിയായും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഉജ്ജ്വല മാതൃകയായി പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ മാനേജർ കൂടിയായ ഫാദർ രാമേശ്വരൻ അച്ഛനെ ഏറ്റവും
സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അസിസ്റ്റന്റ് മാനേജർ എന്ന നിലയിൽ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനം നിറച്ചും ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരിയെയും സ്റ്റേജിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തെ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളിലൂടെയും മേൽനോട്ടത്തിലൂടെയും ഉന്നതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. വിദ്യാലയത്തിന്റെ നിലനിൽപ്പിന് ശക്തി പകരുന്നവരായ സ്കൂൾ സെക്രട്ടറി മിസ്റ്റർ വർഗീസ് തുണ്ടിൽ, PTW പ്രസിഡന്റ് മിസ്റ്റർ ലിബിൻ സ്കോട്ട്, ട്രഷറർ മിസ്റ്റർ ജോസഫ് ആന്റണി എന്നിവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികൾ അധ്യാപകരായ നിങ്ങളുടെ കരുതലും മാർഗങ്ങളും ത്യാഗവുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും സ്നേഹം നിറഞ്ഞ അനധ്യാപകരെയും ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ദിനത്തെ നിറമുള്ളതും ഉത്സവ പ്രതീകമായി മാറ്റുന്നത് വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും പങ്കാളിത്തവുമാണ്. പൂവിളി 2K24 ആഘോഷവേളയിലേക്ക് സ്റ്റേജിന്റെ ഭാഷയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ആഘോഷം നമ്മെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സന്തോഷവും ഐക്യവും പങ്കുവയ്ക്കുന്ന ഒരു വേദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എത്തിച്ചേർന്നിരിക്കുന്ന റെവറൻഡ് ഫാദർ റാഫേൽ പന്നിക്കാരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓണ ആശംസകൾ ഏറെ സന്തോഷത്തോടെ നേരുന്നു. നമുക്ക് എല്ലാവർക്കും ഓണാശംസ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും പറഞ്ഞു ഹാപ്പി ഓണം എന്ന് പറയേ. ആരൊക്കെ പറ ഹാപ്പി ഓണം. ഓക്കെ, വൈബായിട്ടുണ്ട്. എന്തായാലും ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഓണം. എല്ലാവർക്കും തിരുവോണ പറയുന്നില്ല, കാരണം നിങ്ങൾ കുറേ പരിപാടികൾ കാണാനും സമ്മാനം വാങ്ങാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ സാധാരണക്കാളും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഹലോ ഹലോ നിശബ്ദരായിരിക്കും. ഗുഡ് ബോയ്സ്. നിങ്ങളിങ്ങനെ കാണുമ്പോഴേ എത്ര വല്ലാത്തൊരു സന്തോഷം. കാരണം ഭയങ്കര സുന്ദരിമാരും സുന്ദരിമാരായിട്ടുണ്ട് ദിവസം. എന്തുകൊണ്ടാണ്? നമ്മുടെ അധ്യാപകരെയൊക്കെ ഒന്ന് നോക്കിയേ, ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ നോക്കിയേ. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ സെക്രട്ടറി അവരൊന്നും വേഷം മാറിയിട്ടില്ല. ഞങ്ങളോടൊക്കെ വേഷം മാറാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അധ്യാപകരെ നോക്കിയാൽ അവരിന്ന് കസവ് സാരിയും കേരള സാരിയും തിരുവോണ ഡ്രസ്സുകളൊക്കെ എടുത്ത് വളരെയേറെ സുന്ദരിമാരും സുന്ദരന്മാരും. പിന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയാൽ മുല്ലപ്പൂവൊക്കെ ചൂടി കസവ് പാവാടയും കസവ് ധാവണയും പിന്നെ കസവ് മുണ്ടും അടിപൊളി ഷർട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾ വന്നിരിക്കുക. മതി ഓക്കെ. അപ്പൊ ഇനി അച്ഛൻ പറയുന്നത് കേൾക്ക്. ഞാൻ നീണ്ട പ്രസംഗം പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുകയാണ്. ഒരുപാട് നീണ്ട പ്രസംഗം ഒന്നും പറയുന്നതിന്റെ ചരിത്രമോ ഐതിഹ്യമോ ഒന്നും നിങ്ങളോട് പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ കേട്ട് മടുത്തുണ്ടായിരിക്കും. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. തിരുവോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. തിരുവോണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ ദിവസവും നമ്മൾ ഓണം ആഘോഷിക്കുന്നവരാണ്. ഒരാളെ മുണ്ടൊക്കെ പൊക്കി നിൽക്കുന്നുണ്ട് അവിടെ. എന്തായാലും അതെന്താ കാണിക്കണ്ടെന്ന് ആൾക്കൊരു പിടിയില്ലാത്തായിരുന്നു. ഇവിടെ മീശാമാധവൻ കണ്ടിട്ട് എനിക്ക് സംശയമുണ്ട്. ആള് മീശാമാധവൻ പ്രാക്ടീസ് ചെയ്യുന്നതാണോ സംശയം. ഓക്കെ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഓണമാണ്. എങ്ങനെയാ ഓണം എന്ന് പറഞ്ഞാൽ ഈ വാക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പലപ്പോഴും പറയും നല്ലോണം ജീവിച്ചുകൂടെ, വല്ലോണം ജീവിക്കരുത്, നല്ലോണം ജീവിക്കണം, വല്ലോണം ജീവിക്കരുത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. ഈ ഓണം എപ്പോഴും കടന്നു വരും. അപ്പൊ തിരുവോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിങ്ങമാസത്തില്, പൊന്നിൻ ചിങ്ങമാസത്തില് നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. ആ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഓണമായിട്ട് തോന്നുന്നു. നമ്മൾ മനോഹരമായ വേഷം ധരിക്കുന്നു, മനോഹരമായി പൂക്കളം ഇടുന്നു, മനോഹരമായി സദ്യ ഉണ്ണുന്നു. അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെതായ ഓണപ്പാട്ടുകളും തിരുവാതിരയും കൈകൊട്ടിക്കളിയും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കുന്ന ഒരു ദിവസം. അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തിന്റെ ദിവസമാണ്. നല്ലോണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷകരമായിട്ട് നിനക്ക് ജീവിച്ചുകൂടെ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്ത് നിന്റെ ജീവിതത്തിൽ സന്തോഷമായി മാറാനായിട്ട് നിനക്ക് പറ്റില്ലേ? ഇതാണ് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒരുപാട് മൂല്യങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ഒക്കെ ഉള്ളതാണ് തിരുവോണത്തിന്.
അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും കാണാം. ഒരു പൂക്കളം എടുത്ത് പരിശോധിച്ചാൽ അതിൽ വൈവിധ്യമാർന്ന കളറുകളും വൈവിധ്യമാർന്ന ഡിസൈനുകളും അത് ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ ചാരിച്ച് ചേർത്ത് വെക്കുമ്പോൾ പൂക്കളമായിട്ട് മാറും. മനുഷ്യജീവിതം അതാണ്. ഇനി തിരുവോണ സദ്യയുടെ ഇലയിലേക്ക് ഒന്ന് നോക്കി, അവിടെ ചോറ് മുതൽ അങ്ങേ അറ്റത്ത് ഇഞ്ചമ്പുളി വരെയുള്ള അല്ലെങ്കിൽ പപ്പടം, പഴം, അല്ലെങ്കിൽ പഴം വരട്ടിയതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ അവിടെയും ഒരു വൈവിധ്യത്തിന്റെ കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മനുഷ്യജീവിതം അങ്ങനെയാണ്, വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ എടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ, ഓണപ്പുടവകൾ വൈവിധ്യങ്ങളാണ്, പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള സൗകുമാര്യമുണ്ട്, ബ്യൂട്ടിയുണ്ട് അതിന്. അപ്പൊ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ, സമ്പത്തിന്റെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, കൊടുക്കലിന്റെ, ത്യാഗത്തിന്റെ, ഏറ്റെടുക്കലിന്റെ, വിശുദ്ധിയുടെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഓണത്തിന് കൊടുക്കാം. അത് മഹാബലിയും വാമനുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തേണ്ടതല്ല. കേരള സംസ്കാരത്തിന്റെ, കേരളീയർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ സംസ്കാരം, ഓണ സംസ്കാരം നല്ലോണം ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ എവിടെയായിരുന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ എവിടെയായിരുന്നാലും ഓണത്തിന്റെ മൂല്യവും അർത്ഥവും തലങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ചെറുപ്പത്തിലെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഇനി പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ തിരുവോണത്തിന്റെ മൂല്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ പകർന്നു കൊടുത്ത് സ്വന്തം ജീവിതത്തിൽ അതിനെ ചാടിച്ചെടുത്തുകൊണ്ട് കൂടുതൽ മേന്മയുള്ള ഓണങ്ങളാക്കി ഓരോ വർഷവും അതിനെ മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പും പരിശീലനവും ഒക്കെ നമ്മൾ ഓരോ ഓണത്തിലൂടെയും നേടുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകൾ, തിരുവോണത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും. അതോടൊപ്പം വരുന്ന ദിവസങ്ങളൊക്കെ വെക്കേഷനായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പോവുകയാണ്. വെക്കേഷന്റെ എല്ലാവിധ ആശംസകളും. വളരെ ശ്രദ്ധയോടുകൂടി വേണം വെക്കേഷൻ ജീവിക്കാനായിട്ട്. നിങ്ങൾ കളിക്കണം, ചിരിക്കണം, യാത്ര പോകണം, സിനിമയ്ക്ക് പോകണം, ടൂർ പോകണം. അതുപോലെ വെള്ളത്തിലും കുളങ്ങളിലും ഒന്നും പോയി ചാടാതിരിക്കണം, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. അപ്പൊ അടുത്ത ഈ ഒരു വെക്കേഷൻ കാലം ഏറ്റവും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഓണമൊക്കെ നന്നായിട്ട് വീടുകളിൽ ആഘോഷിച്ച് എല്ലാവരോടും കൂടി ഒത്തൊരുമയോടുകൂടി ആയിരിക്കാനായിട്ട് ഈ ഓണക്കാലം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരിയുടെ ഓണ സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. ഫാദറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു ഓണം നേർന്നു കൊള്ളുന്നു. ഹാപ്പി ഓണം. താങ്ക് യു.
എല്ലാവരും കാത്തു പുറത്തു നിൽക്കുന്നുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടു വരൂ. അടിയേ പ്രഭു, ഇക്കൊല്ലം ഞങ്ങൾ കൃഷി ഇറക്കിയത് അങ്ങയുടെ അനുഗ്രഹത്താൽ വളരെ ലാഭകരമായിരുന്നു. അതുകൊണ്ട് അതിലൊരു പങ്ക് അവിടത്തേക്ക് സമർപ്പിക്കുന്നു. സ്വീകരിച്ചാലും ആകട്ടെ, നിങ്ങൾക്ക് നല്ല വിള കിട്ടിയതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതേ പ്രഭു, അങ്ങയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു. അതേ ഞങ്ങൾ ഗുണകൊള്ളട്ടെ. ഇവരെ വെറും കൈയോടെ അയക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർക്ക് യഥേഷ്ടമായ ദോഷങ്ങൾ നൽകി യാത്രയാക്കും. ശരി പ്രഭു. വേദിയിൽ കർഷകരും നാട്ടുകാരും പാരിതോഷികവുമായി പോകുകയാണ് കർഷകർ. വഴിയിൽ കുറച്ച് നാട്ടുകാരെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയല്ലോ. എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്? മഹാരാജാവ് തീരുമാനിച്ച് സന്തോഷത്തോടെ കൽപ്പിച്ച് അരുളിയതാണ് ഈ സമ്മാനങ്ങളെല്ലാം. മഹാബലി തിരുമനസിനെ പോലെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന രാജാവിനെ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ രാജ്യം സ്വർഗത്തെക്കാൾ മഹത്തരമാണ്. രാജാവ് ഈ നാൾ വാഴട്ടെ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആവർത്തങ്ങൾക്കും മുട്ടില്ല കാലം. രംഗം 3. വേദിയിൽ കൃഷ്ണൻ, ലക്ഷ്മി, ദേവേന്ദ്രൻ. ഞാനിത് ഇന്ദ്രനും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സൗഖ്യം തന്നെയല്ലേ? അങ്ങയുടെ കടാക്ഷത്തിൽ സുഖമായിരിക്കുന്നു. എങ്കിലും ഒരു സങ്കടം എനിക്ക് ഉണർത്തിക്കാനുണ്ട്. ദേവന്മാർക്ക് ദേവനായ അങ്ങേക്ക് സങ്കടം എന്താണത്? ഭൂമിയിലെ കേരളം എന്ന നാട്ടിൽ മഹാബലി എന്ന പേരായ ഒരു അസുര ചക്രവർത്തി ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സൽഭരണത്താൽ ആ നാട് സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് ആളുകൾ വാഴ്ത്തിപ്പാടും. അത് നല്ല കാര്യമല്ലേ? പ്രഭു, ഭൂമിയിൽ സ്വർഗതുല്യമായ പിന്നെ ദേവലോകത്തെ ആരാണ് വിലപിക്കുക? ഇങ്ങനെ പോയാൽ അദ്ദേഹം ദേവലോകം കീഴടക്കി ഞങ്ങൾ പുറത്തുവയ്ക്കാലും ഇതിനൊരു പരിഹാരമാണെന്ന് കണ്ടെത്തിയാലും അങ്ങനെയാകട്ടെ. ഇല്ല, എനിക്കൊരു അവതാരത്തിനുള്ള സമയം ആകുമായിരിക്കുന്നു. ഞാൻ വാമന രൂപത്തിൽ ഉടനെ തന്നെ ഭൂമിയിലേക്ക് ഗമിക്കുന്നതാണ്. പ്രഭു, അങ്ങയെ കാണുന്നതിനായി ഒരു ബാലകനായ ബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. അദ്ദേഹം എന്തിനാണ് കാത്തു നിൽക്കുന്നത്? വേഗം വരാൻ പറയൂ. അല്ലയോ മഹാബ്രാഹ്മണ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉണർത്തിച്ചാലും. അങ്ങ് വളരെ ദാനശീലനും ധർമ്മിഷ്ഠനുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊരു സഞ്ചാരിയായ ബ്രാഹ്മണനാണ്. എനിക്ക് തപസ് ചെയ്യുന്നതിനായി 3 അടി മണ്ണ് തരാൻ അങ്ങേക്ക് സാധിക്കുമോ? 3 അടി മണ്ണ് മാത്രമോ? അങ്ങേക്ക് വേണ്ടി രാജൻ തന്നെയും തരാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് എന്തിനാണ് കൂടുതൽ ധനം? ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം 3 അടി മണ്ണ് മാത്രം മതി. അത് ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങയുടെ ഇഷ്ടം പോലെ. വാമനൻ ആകാശം കൊണ്ട് വളർന്ന് 1-ാമത്തെ അടി കൊണ്ട് ആകാശവും 2-ാമത്തേത് കൊണ്ട് ഭൂമിയും വളർന്നു. 3-ാമത്തെ അടി വളർത്താൻ സ്ഥലമില്ലാതെ വാമനൻ 3-ാമത്തെ അടി ഞാൻ ഇവിടെ വയ്ക്കും. 3-ാമത്തെ അടി എന്റെ ശിരസിൽ വെച്ചുകൊള്ളൂ. ഈ ഭൂമി മുഴുവൻ അങ്ങ് എനിക്ക് ദാനം ചെയ്തു കഴിഞ്ഞു. അങ്ങിനി പാതാളത്തിൽ വസിക്കേണ്ടി വരും. അങ്ങയുടെ ദാനശീലത്തിലും സത്യസന്ധതയിലും ഞാൻ സംപ്രീതനാണ്. ഞാൻ ഒരു വെറും ബ്രാഹ്മണനല്ല, മഹാവിഷ്ണുവാണ്. അങ്ങേക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും വരം ആവശ്യമെങ്കിൽ ചോദിച്ചുകൊള്ളൂ. പ്രഭു, അങ്ങയുടെ പാദസ്പർശത്താൽ ഞാൻ അനുഗ്രഹീതനായി. എനിക്ക് ഒരേ ഒരു വരം മാത്രം തന്ന് അനുഗ്രഹിച്ചാലും വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ വന്നു കണ്ട് സന്തോഷമായി തിരിച്ചു പോകാൻ ഒരവസരം തരണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നിന്റെ പ്രജകളെ വന്ന് കണ്ട് ക്ഷേമാന്വേഷണം നടത്തുന്നതിന് ഞാനിത് നിന്നെ അനുവദിച്ചിരിക്കുന്നു. തിരുവാവണിരാവൻ മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോള പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. മലയാള ചുണ്ടിൽ മലരോള പാട്ട്.
ഇലയിട്ടു വിളങ്ങുന്ന ചികളിൽ വിടരുന്ന നിറവയറൂണിന്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിറമുണരുന്നു സംഗീതം തിരുവാമണിരാവ് മലയാളച്ചുണ്ടിൽ മലരോണക്കാറ്റ് പാടിക്കൊണ്ടേയിരുന്ന പൂവാലിക്കുയിലേ തിരുവാമണിരാവ് മലയാളച്ചുണ്ടിൽ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണക്കുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണക്കുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ മകം മകൻ മോഹൻ പൊന്നിൻ മുത്തായി മാറ്റും
അടുത്തതായി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കുറച്ച് Nathanael Manoj of Red Ruby. Next,
tug of war competition at the ground there. Please, PT sir and others, please go down and get ready for the tug of war there. Second prize goes to Green Emerald. Come forward. Green Emerald. See, morning we got a students' fest competitions, no? So I am going to announce the result of that one. There will not no prize now. So the result I am going to announce it now. Naranbat, houseways Naranbat first goes to Green Emerald. Second goes to Red Ruby.